ഹലോ സുഹൃത്തുക്കളെ, ഇന്ന് ഞങ്ങൾ കൽപ്പറ്റയിലാണുള്ളത്. നമ്മുടെ സർക്കാർ വെച്ചു കൊടുക്കുന്ന ടൗൺഷിപ്പിൻ്റെ വീടുകളൊക്കെ കാണാൻ വന്നതാണ്. നമുക്കറിയാം, വയനാട്ടിലെ ഏറ്റവും വലിയ ദുരന്തം ചുരൽമല മുണ്ടക്കൈ. ഒരുപാട് പേർക്ക് വീടുകളും ഉറ്റവരെയും ഉടയവരെയൊക്കെ നഷ്ടപ്പെട്ടു. അവർക്ക് സർക്കാർ വെച്ചു കൊടുക്കുന്ന വീടുകൾ കാണാൻ വന്നതാണ്. നമുക്കറിയാം, ഒരുപാട് പേര് ദുരിതാശ്വാസ നിധിയിലേക്കൊക്കെ സഹായങ്ങൾ കൊടുത്തു. അവരുടെയൊക്കെ ആ ഒരു വലിയ സ്വപ്നമാണല്ലേ, നമ്മൾ ഒത്തിരി പേര് കൂടുമ്പോഴാണ് ഇതുപോലുള്ള നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുന്നത്. അതിന് സർക്കാർ നേതൃത്വം നൽകുകയും നല്ല രീതിയിലുള്ള ഭവനങ്ങളാണ് അവർക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഹലോ, അങ്ങനെ നമ്മൾ പണി പൂർത്തിയായ വീടിൻ്റെ മുകൾ വശത്ത് കയറി നോക്കുകയാണ്. അപ്പോൾ എല്ലാ വീടിനും ഇതുപോലെ സോളാർ പാനലൊക്കെ വരും. നല്ല അടിപൊളി വർക്കാണ് സോളാർ പാനലിൻ്റെയൊക്കെ. അതുപോലെ തന്നെ സ്റ്റെയർ കൊടുത്തിട്ടുണ്ട്, പുറത്തോടെയാണ്. അതൊക്കെ ഇറങ്ങി ഞങ്ങളിങ്ങനെ കുഞ്ഞോളും ഞങ്ങൾ താഴോട്ടിറങ്ങി. അതാണ് ഫ്രണ്ടിൽ നിന്നുള്ള വീടിൻ്റെ ഒരു വ്യൂ. കണ്ടില്ലേ, ജനലൊക്കെ വെച്ച് നല്ല സെറ്റപ്പ് വീടാണ്, സിറ്റ് ഔട്ട്. അതുപോലെ തന്നെ നമ്മുടെ എൻട്രി റോഡാണിത്. റോഡൊക്കെ നല്ല വീതിയിൽ അടിപൊളി ടാറിങ്ങൊക്കെ ചെയ്ത് ഇരുവശങ്ങളിലും ഓടയൊക്കെ ഉണ്ട്, വെള്ളം പോകാനുള്ള. അതുപോലെ തന്നെ എല്ലാ വീടിൻ്റെ മുമ്പിൽ കൂടെ നല്ല അതുപോലെ തന്നെ ടാറിങ് റോഡുകളൊക്കെ വരുന്നുണ്ട്. എല്ലാം തകൃതിയായിട്ടുള്ള പണി നടക്കുകയാണ് കേട്ടോ. ഇതുണ്ടോ, വീട് ക്ലീൻ ചെയ്യാൻ ഒരുപാട് സംഘടനകൾ എന്നൊക്കെ ആളുകൾ വന്നിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നമുക്ക് ഈ വീടിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കയറി കാണാം അല്ലേ. കണ്ടോ, ഹാളാണിത്. നല്ല വെളിച്ചം കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ജനലുകളൊക്കെ നല്ല സൂപ്പറായിട്ട് നല്ല ജനലുകളൊക്കെ വെച്ചിട്ടുണ്ട്. ഉള്ളിലൊക്കെ നല്ല അടിപൊളി പെയിൻ്റൊക്കെ ചെയ്ത് നല്ല വാതിലൊക്കെയാണ്. ഇൻറ്റീരിയർ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഫാനൊക്കെ വെച്ചിട്ടുണ്ട്. പുറത്തേക്കുള്ള വ്യൂ ഉണ്ടോ, നല്ല എല്ലാ വീടുകളും അടുത്തടുത്ത് എല്ലാത്തിനും കോമ്പൗണ്ടൊക്കെ തിരിച്ചിട്ടുണ്ട്. ഇതാണ് നമുക്ക് അറ്റാച്ച്ഡ്, ഒരു ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. വാഷ് ബേസിനും എല്ലാം നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതാണ് അടുത്ത കിച്ചനാണ്. കിച്ചണിലും വേണ്ടോ കബോർഡ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല മെറ്റീരിയൽ ഇട്ടാണ് ചെയ്തിരിക്കുന്നത്. സ്ലാബുകളൊക്കെ സിങ്കുണ്ട്, അതുപോലെ തന്നെ ഗ്രാനൈറ്റൊക്കെ വെച്ചിട്ടാണ്. രണ്ടാമത് തൊട്ട് കിച്ചനോട് ചേർന്നൊരു വർക്ക് ഏരിയ ഉണ്ട്. അവിടെയും ഒരു സിങ്കും ഗ്രാനൈറ്റൊക്കെ വെച്ചിട്ട് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഡോറിൻ്റെയൊക്കെ പണി കഴിഞ്ഞ് നല്ല ക്വാളിറ്റിയുള്ള ഡോറൊക്കെയാണ് വെച്ചിരിക്കുന്നത്. ഇനിയും കുറേ പണിയൊക്കെ തീരാനുണ്ട് റൂമിൻ്റെയൊക്കെ ഉള്ളിൽ. ഇപ്പോൾ നമ്മുടെ ഈ ഇലക്ഷന് മുമ്പ് ഉദ്ഘാടനം നടത്താനുള്ളൊരു തത്രപ്പാടിലാണ് സർക്കാരുള്ളത്. ഇതൊക്കെ ആളുകൾ പല സ്ഥലത്തുനിന്നും ആളുകൾ ഇത് കാണാൻ, ടൗൺഷിപ്പ് കാണാൻ വരികയാണ്. ഇത് കണ്ടോ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. മതിലിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. റോഡുകളൊന്നും പൂർത്തിയായിട്ടില്ല എല്ലാം ഒന്നും. എല്ലാ വീടുകളും ഇത് നമ്മുടെ ഇവിടുത്തെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റേജിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ വീഡിയോ ഇടാൻ ലൈറ്റായിപ്പോയി. ഞായറാഴ്ചയാണ് ഇതിൻ്റെ ഉദ്ഘാടനം വെച്ചിരിക്കുന്നത്. ടൗണിനോട് ബൈപ്പാസിലാണ് ഈ നമ്മുടെ ബൈപ്പാസിനോട് ചേർന്നാണ് നമ്മുടെ ഇത് പോരുന്നത് ടൗൺഷിപ്പ്. നല്ല രസമാണ് കാണാൻ. ഇവിടെ നിന്ന് ചുറ്റും നല്ല വ്യൂ ഉണ്ട്.
ഈ കാണുന്ന ബോർഡുകളൊക്കെ അന്ന് പ്രളയം നടന്നപ്പോൾ ഉള്ള ഉരുൾപൊട്ടൽ നടന്ന ആ ഒരു സമയത്ത് അവർക്ക് കൊടുത്ത ഒരുപാട് ദുരിതാശ്വാസ ഫണ്ടിൻ്റെയൊക്കെ സഹായങ്ങൾ കൊടുക്കുന്നതിൻ്റെയൊക്കെ ഫോട്ടോസാണ്. അതുപോലെ തന്നെ ഏതാണ്ട് ഉരുൾപൊട്ടിയ സ്ഥലത്തെ നമുക്ക് അറിയാം, എല്ലാവരും വയനാട്ടുകാരല്ല, കേരളത്തിനെയൊക്കെ ഇത്രയും വലിയൊരു ദുരന്തം ആദ്യമായിട്ടാണല്ലേ. വലിയൊരു ദുരന്തമായിരുന്നു. ഇതുപോലൊരു ദുരന്തം ഇനിയും സംഭവിക്കാതിരിക്കട്ടെ എവിടെയും. ഹലോ ഗായ്സ്, നമ്മൾ ഒരുപാട് നാളായി ഇവിടെ നിന്ന് വന്ന് കാണണം, ഇവിടെ സർക്കാർ വെച്ചു കൊടുക്കുന്ന വീടുകളൊക്കെ കാണണമെന്ന് ആലോചിച്ചിട്ട് ഇന്നാണ് നമുക്ക് സമയത്ത്. ഞായറാഴ്ചയാണ് ഇതിൻ്റെ ഉദ്ഘാടനം നടക്കുന്നത്. ഏതാണ്ട് പണി ഒരുപാട് തീരാൻ കിടക്കുകയാണ്. തീർച്ചയായിട്ടും സർക്കാരിൻ്റെ ഒരു വലിയ നേട്ടമായിരിക്കും ഈ ചുരൽമല മുണ്ടക്കൈ പ്പെട്ട അവർക്ക് വീട് വെച്ച് കൊടുക്കുന്നത്. ഒരുപാട് പേര് അറിയാം, ദുരിതാശ്വാസ നിധിയിലേക്ക് ഒത്തിരി പേര് സഹായങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവർക്കെല്ലാം ഈ സമയത്ത് നന്ദി പറയുകയാണ്. അതുപോലെ ഈ വീട് വെച്ച് കൊടുക്കുന്നതിന് നേതൃത്വം നൽകുന്ന ഈ സർക്കാരിന് നന്ദി പറയുന്നു. എല്ലാവർക്കും ഞങ്ങളുടെ ഈ വീഡിയോ സമർപ്പിക്കുകയാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഈ ടൗൺഷിപ്പിൽ നിന്ന് വന്ന് കാണാൻ പറ്റുന്നവരെല്ലാവരും വന്നൊന്ന് കാണുക. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, സി യു. ഓക്കേ.